أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. മാന്യ സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ഫൈസൽ ആസാവിയായിരുന്നു ഖുതുബ ഓതിയിരുന്നത്. അദ്ദേഹം സംസാരിച്ച സബ്ജക്റ്റ് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശത്രുവായി കാണേണ്ടതായ പിശാച് നമ്മുടെ കൂടപ്പറപ്പായി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന ബോധത്തോടുകൂടി നാം അവനെക്കുറിച്ച് അവൻ ആരാണെന്ന് മനസ്സിലാക്കി ബോധപൂർവം ശ്രദ്ധിച്ചുകൊണ്ട് അവനെ ദൂരപ്പെടുത്താൻ വേണ്ടി, അവൻ്റെ ഷറിൽ നിന്നിട്ട് ദൂരപ്പെടുത്താൻ വേണ്ടി, വിട്ടുനിൽക്കാൻ വേണ്ടി ഉള്ള പരിശ്രമം സദാ നമ്മിൽ നിന്നിട്ട് അശാന്ത പരിശ്രമം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണം എന്നതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മക്ക ഇമാമ് ആദ്യത്തെ ഖുതുബയിൽ. ഇന്ന ശൈത്താന ലക്കും അദുവ്വൻ ഫത്തഖിദുഹു അദുവ്വ, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായിട്ട് തന്നെ വീക്ഷിക്കേണ്ടതാണ്, കാണേണ്ടതാണ് എന്ന് അള്ളാഹു പറഞ്ഞതായ ആയത്ത് ഓതിയും കൊണ്ടായിരുന്നു അദ്ദേഹം ആ വിഷയത്തെ വിശദീകരിക്കാൻ ആരംഭിച്ചത്. അതെ, നാം എല്ലാവരും നമ്മുടെ വാദ്യപിതാവായ ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങിയതായ സന്ദർഭത്തിൽ അവരെ പിഴപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചതായ പിശാചിനെ ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങിയതോടുകൂടി ഈ ഭൂമിയിലേക്ക് അവരെയും ഇറക്കുകയും അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ശത്രുവാണ് ഇവൻ എന്ന് അവിടെ മുതൽ പ്രഖ്യാപിക്കുകയും ചെയ്ത വാർത്ത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ വാർത്ത അറിഞ്ഞു എന്നതല്ല മുഖ്യം, ആ ശത്രുവിനെ ശത്രുവായി കാണുക എന്നതാണ് മുഖ്യം. അപ്പോൾ ശത്രുവിനെ ശത്രുവായി കാണാൻ വേണ്ടി തീരുമാനിച്ചാൽ ഇന്ന് മക്ക ഇമാം പറഞ്ഞതുപോലെ അതിനുള്ളതായ സർവ്വ പ്രതിരോധ വകുപ്പുകൾ നാം കണ്ടെത്തേണ്ടതാണ്. നാം നമ്മുടെ മുമ്പിലേക്ക് ഒരു ശത്രു സേന നമ്മെ ആക്രമിക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്നറിഞ്ഞാൽ എന്താണ് ചെയ്യാറുള്ളത്? നമ്മുടെ നാടൊരുങ്ങും, പട്ടാളം ഒരുങ്ങും, എല്ലാവരും ഒരുങ്ങും, ആയുധങ്ങൾ ഒരുങ്ങും, എല്ലാ രൂപത്തിലുള്ളതായ പ്രതിരോധ വകുപ്പുകൾ നാം ഉണ്ടാക്കും. എന്നതുപോലെ നമ്മുടെ കൂടെ പറപ്പായി ഇന്ന ശൈത്താന ലേജിനി മിനിബിനി ആദമ മജ്റദ്ദം, ആദമിന്റെ സന്തതികളുടെ ചോര എവിടെയെല്ലാം കറങ്ങുന്നു അവിടെയെല്ലാം പിശാച് കറങ്ങുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് മുൻകൂട്ടി വിവരം അറിയിച്ചതായ ആ പിശാചിന്റെ ശല്യത്തെ തൊട്ട് നാം രക്ഷപ്പെടാനുള്ളതായ സർവ്വ മാധ്യമങ്ങൾ നാം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം എന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇന്ന ശൈത്താന ലക്കും അദു, പിശാച് നിങ്ങളുടെ ശത്രുവാണ്, ഫത്തഖിദുഹു അദുവ, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണേണ്ടതാണ്. ശത്രു ആയി കാണണം എന്ന് പറഞ്ഞാൽ ശത്രുവാണ് എന്നതായ ബോധം നമ്മുടെ കൂടെ ഉണ്ടാവണം. നമ്മുടെ ശത്രു നമ്മോട് ആക്രമിക്കാൻ വേണ്ടി വരുമ്പോൾ ഒരുങ്ങുന്നത് പോലെ നാം ഏത് സന്ദർഭത്തിലും പിശാചിന്റെ ശരീരത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളതായ എല്ലാ മാധ്യമങ്ങളും നാം കൈകൊണ്ടേ ഇരിക്കേണ്ടതാണ്. അവന്റെ ഇഗ്വാഅത്ത്, അവന്റെ ദലാലാത്ത്, അവന്റെ പ്ലാനിങ് പരിപാടികൾ അത് യഥാർത്ഥത്തിൽ ആസൂത്രിതമാണ്. ആ ഖതവാത്തുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ തന്നെ പലയിടങ്ങളിലായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മളോട് വാണിംഗ് നൽകിയിട്ടുണ്ട്. അവന്റെ ഷറിൽ നിന്നിട്ട്, അവന്റെ ഇഗ്വായിൽ നിന്നിട്ട്, അവന്റെ ലലാലാത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ആദമിന്റെ സന്തതികൾ ഒരുങ്ങണമെന്ന് അള്ളാഹു തന്നെ മുന്നറിയിപ്പ് നൽകാൻ കാരണം എന്താണ്? അവന്റെ ശത്രുത അവനിവിടെ ഉപയോഗപ്പെടുത്തുക തന്നെ ചെയ്യുമെന്ന്. ഫബിഇസ്സതിക, നിന്റെ അഭിമാനത്തെ തന്നെയാണ് സത്യം, ലഉവിയന്നഹും അജ്മഈൻ, ആദമിന്റെ സന്തതികൾ ആസകലം ഞാൻ നശിപ്പിക്കുക തന്നെ ചെയ്യും, ഞാൻ പഴപ്പിക്കുക തന്നെ ചെയ്യും എന്നവൻ അവിടെ വാഗ്ദാനം ചെയ്തു വന്നതാണ്. അള്ളാഹുവിന്റെ സദസ്സിൽ വെച്ചിട്ട് ആദം അലൈഹിസ്സലാമിനെ വഴി പഴപ്പിച്ചതിന്റെ ശേഷം അവിടെ നിന്ന് സ്വർഗത്തിൽ നിന്നിട്ട് അവനെ നാടുകടത്താൻ വേണ്ടി, സ്വർഗത്തിൽ നിന്നിട്ട് പുറത്താക്കാൻ വേണ്ടി അള്ളാഹു തീരുമാനിച്ച സന്ദർഭത്തിൽ, എന്നാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഫൽ ഹഖ് വൽ ഹഖ് അഖൂൽ, സത്യം സത്യവചനം പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രഖ്യാപനം എന്തായിരുന്നു? ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ, നിന്നെയും നിന്റെ ബേക്കിൽ അണിനിരന്നവരെയും ആസകലം ഞാൻ നരകത്തിൽ ഇടുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആ വാണിംഗ് കൂടിച്ചേർത്ത് നാം വായിക്കേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. അപ്പോൾ അവന്റെ ഖത്വാത്തുകളെ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടി പരിശ്രമിക്കേണ്ടത് നമ്മെ രക്ഷപ്പെടുത്തലാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെ നരകത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുക
മോചിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നിട്ട് വരാൻ സാധ്യതയുള്ളതായ തെറ്റുകൾ അഥവാ ചിന്താഗതികൾ, പഴച്ച ചിന്താഗതികൾ എന്ന് മാത്രമല്ല നമ്മെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നിട്ട് ദൂരപ്പെടുത്താൻ വേണ്ടിയുള്ളതായ സാർവ മാധ്യമങ്ങൾ അത് ഏതെല്ലാം രൂപത്തിൽ സാധിക്കുന്നു ആ രൂപത്തിലെല്ലാം അവൻ അത് ഉപയോഗപ്പെടുത്തുമെന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചെന്നതായ ഹദീസുകളിലൂടെ നമുക്കറിയാവുന്നതായ യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കാൻ വേണ്ടി പഠിപ്പിച്ചതായ എത്രയോ ഹദീസുകൾ സ്ഥിരീകരിക്കപ്പെട്ടതായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ഏത് സമയത്തും അവന്റെ ശർറിൽ നിന്നിട്ട് മോചിക്കുവാനും അവന്റെ ശർറിൽ നിന്നിട്ട് രക്ഷപ്പെടുവാനും വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇസ്തിആദ നടത്തുവാൻ, കാവലിനെ ചോദിക്കുവാൻ കൽപ്പിച്ചതായ ഭാഗങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അല്ലാഹു തന്നെ പറയുന്ന ഭാഗം നമുക്കറിയാം. ഇമ്മ യൻസഗന്നക മിനശ് ശൈത്താനി നസഗ്, ആ പിശാചിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു രൂപത്തിൽ നമ്മെ പൈശാചികമായ ശല്യം അഥവാ അവനിലുള്ളതായ നസ്ഖ്, അവനിൽ നിന്നിട്ടുള്ളതായ സൂചന, അവനുള്ളതായ നമ്മെ പ്രേരിപ്പിക്കുന്ന പ്രേരണകൾ നമുക്ക് വരുന്ന സന്ദർഭത്തിൽ നാം എന്ത് വേണം? അത് പിശാചിൽ നിന്നിട്ട് ഉള്ളതാണ് എന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഫസ്തഇദ് ബില്ലാഹ്, അള്ളാഹുവിനോട് നാം കാവലിനെ ചോദിക്കണം. അള്ളാഹുവിനോട് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയണം എന്ന് അള്ളാഹു തന്നെ കൽപ്പിച്ചതായ കൽപ്പന ഇവിടെ സ്മരണീയമാണ്. അതെ, നമ്മുടെ കഠിന ശത്രുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പിശാചിനെ കുറിച്ച് ഖുർആനിലൂടെ പല സ്ഥലങ്ങളിലായിട്ട് പരിചയപ്പെടുത്തുന്നതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സ്ഥിരീകരിക്കപ്പെട്ടതായ ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ കാവൽബണനായിട്ട് സക്കാത്തിന്റെ സമ്പത്തിന്റെ മുമ്പിൽ നിർത്തിയതായ സന്ദർഭത്തിൽ പിശാച് 1, 2, 3 തവണ വന്നപ്പോൾ അവൻ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളതായ മാധ്യമമായിട്ട് അവൻ തന്നെ പഠിപ്പിച്ചതായ ആ ഇസ്തിആദ, ഏറ്റവും അവൻ നമ്മളിലേക്ക് അടുക്കാതിരിക്കാൻ, അവൻ വരാതിരിക്കാനുള്ളതായ മാധ്യമം അവന്റെ നാവിൽ കൂടെ തന്നെ അവൻ പഠിപ്പിച്ചത് നാം പലപ്പോഴും പറഞ്ഞതായ ഭാഗമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഞാൻ ഉണർത്തിയതായിട്ട് എന്റെ ഓർമ്മയിൽ വരികയാണ്. എന്താണത്? പിശാച് തന്നെ പറഞ്ഞതാണ്, നീ ആയത്തുൽ കുർസി ഓതുകയാണെങ്കിൽ നിനക്ക് എന്റെ ശർറിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ പറ്റുമെന്നതായ സൂചന റസൂലുള്ളാഹി പഠിപ്പിച്ചതനുസരിച്ചിട്ട് ആ വന്നത് പിശാചായിരുന്നു. ആ പിശാചിൽ നിന്നിട്ട് മോചിക്കാനുള്ള മാധ്യമമാണ് അവൻ പഠിപ്പിച്ചു തന്നത് എന്ന് റസൂലുള്ളാഹിയുടെ വിശദീകരണത്തിൽ നിന്നിട്ട് നാം മനസ്സിലാക്കിയതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നാം ഏത് സന്ദർഭത്തിലും പൈശാചിക ശരീരത്തിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടിയുള്ളതായ മാധ്യമങ്ങൾ കൈക്കൊള്ളുന്ന കൂട്ടത്തിൽ മുഅവ്വദാത്തുകൾ നാം ഓതിക്കൊണ്ടേയിരിക്കണം എന്നതിൽ നിന്നിട്ട് നമുക്ക് പാഠമുണ്ട്. അപ്രകാരം തന്നെ ആയത്തുൽ കുർസിയും ഉറങ്ങാൻ കിടക്കുമ്പോൾ പ്രത്യേകിച്ച് ഓതിക്കഴിഞ്ഞാൽ ആ പൈശാചിക ശല്യം നമുക്ക് തട്ടുന്നതല്ല, വടക്ക് കിനാവുകൾ നാം കാണുന്നതല്ല എന്നതിലേക്കൊക്കെ അത് തെളിവാണ്. ഏതായാലും പൈശാചിക ശല്യത്തെ കുറിച്ച് നാം മനസ്സിലാക്കി വെക്കുക എന്നത് നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. പിശാചി എന്നത് 2 ഇനമുണ്ട്. അതും ഖുർആൻ തന്നെ സ്ഥാപിച്ചതാണ്. മനുഷ്യ പിശാചുണ്ട്, ജിൻ പിശാചുണ്ട്. മനുഷ്യ പിശാച്ച് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ട് നമ്മുടെ ആദർശത്തെ, നമ്മുടെ വിശ്വാസത്തെ തകർത്താൻ വേണ്ടിയുള്ളതായ പരിശ്രമം അവൻ പരിശ്രമിക്കുമെന്നത് നമുക്ക് പലപ്പോഴും പറഞ്ഞും കേട്ടും പരിചയമുള്ളതാണ്. അതും നാം ശ്രദ്ധിക്കേണ്ടതാണ്. മനുഷ്യ പിശാചിൽപ്പെട്ടവരാണ് നിർമ്മതവാദത്തിലേക്കും നിരീശ്വരവാദത്തിലേക്കും ബുദ്ധിപൂജയിലേക്കും അപ്രകാരം തന്നെ അനിസ്ലാമിക ചിന്താഗതികളിലേക്കും നമ്മെ ചിലപ്പോൾ മനുഷ്യന്മാർ വന്നിട്ട് നമ്മെ പ്രേരിപ്പിക്കുന്നതായിട്ട് കാണാം. അവർ മനുഷ്യപിശാചികളാണ്. അപ്പോൾ മനുഷ്യപിശാചികളുടെ ശല്യത്തിൽ തൊട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചത് മനുഷ്യനിലൂടെ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അഥവാ മനുഷ്യപിശാചിലൂടെ നമുക്ക് ജിൻ പിശാചിനെ പോലെയുള്ളതായ അപകടത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നതിലേക്കുള്ള തെളിവാണ്. അതുകൊണ്ട് ആ മനുഷ്യപിശാചിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടിയുള്ളതായ മാധ്യമങ്ങൾ നാം കൈക്കൊള്ളേണ്ടതാണ്. നാം നമ്മുടെ ശത്രുവാണ് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോൾ മനുഷ്യപിശാച് ചിലപ്പോൾ ജിൻ പിശാചിനേക്കാളും അപകടം പിടിച്ച ആളായിരിക്കും. കാരണം മനുഷ്യപിശാച് ഒരു പക്ഷേ നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്നതായ ആ സമ്മേളനത്തിലേക്ക്, ആ യോഗങ്ങളിലേക്ക്, ആ പുസ്തകങ്ങളിലേക്ക്, ആ ചിന്താഗതികളിലേക്ക്, ആ വിഭാഗത്തിലേക്ക് വലിച്ചു ക്ഷണിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഈ രൂപത്തിലുള്ളതായ പ്രേരണ ജിൻ പിശാചിൽ നിന്നിട്ട് ലഭിക്കുന്നതല്ല. ജിൻ പിശാചിൽ നിന്നിട്ട് നമ്മെ സുവാസം ഉണ്ടാക്കി തരൽ മാത്രമാണ്, അവൻ തോന്നിപ്പിച്ചു തരൽ മാത്രമാണ്. മനുഷ്യപിശാച്ചായി കഴിഞ്ഞാൽ അവനെ കൊണ്ടുള്ളതായ ശത്രുത വളരെ ശക്തിയുള്ളതാണ്, അവനെ കൊണ്ടുള്ളതായ ദ്രോഹം വളരെ ശക്തിയുള്ളതായിരിക്കും എന്നത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഏതായാലും റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഖുർആനിൽ നമുക്ക് പഠിപ്പിച്ചതായ ആ രൂപങ്ങൾ നാം കൈകൊണ്ട് കഴിഞ്ഞാൽ പിശാചിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ളതായ മാർഗങ്ങൾ അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക, അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് കാവലിനെ ചോദിക്കുക. എന്നിട്ട് അവൻ നമ്മെ ക്ഷണിച്ച ആ തത്വങ്ങളിൽ നിന്നിട്ട്, ആ തോന്നിവാസങ്ങളിൽ നിന്നിട്ട്, ആ ധിക്കാര മനസ്ഥിതിയിൽ നിന്നിട്ട്
ദൂരപ്പെടാൻ വേണ്ടി നാം പ്രയത്നിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. ചിലപ്പോൾ പിശാചിന്റെ വഴിയിലേക്ക് നാം ചെന്ന് പെട്ടുകഴിഞ്ഞാൽ, അപകടത്തിൽ പെട്ടുകഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം കള്ളുകൂടി ആരംഭിച്ചു, ഒരു പ്രാവശ്യം വിദ്യാർത്ഥി ചെയ്യാൻ ആരംഭിച്ചു, പിന്നെ വിദ്യാർത്ഥിന്റെ കൂമ്പാരങ്ങളാണ് കൂടി വരിക ബാക്കിൽ. അത് കാരണത്താൽ പിന്നെ അതിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ, മോചിക്കാൻ, അതിൽ നിന്നിട്ട് ദൂരപ്പെടാൻ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ളതായ ളലാലാത്തുകളിലേക്ക് പിശാച് നമ്മുടെ ഖതവാത്ത്, അവന്റെ പ്ലാനിംഗ് പരിപാടിയിലൂടെ ഒരു പക്ഷേ നമ്മെ പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു പറയുന്ന ശൈലി കാണാം, ഇസ്തഹവദ അലൈഹിമുശ് ശൈത്താൻ, അവരെ പിശാച് കീഴടക്കി എന്ന്. അങ്ങനെയുള്ള കീഴടക്കുന്ന വിഭാഗത്തിൽ പെട്ടുപോകരുത്. പിശാചിന്റെ കയ്യിൽ പന്തായി മാറുന്നതായ ശൈലി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൻ നമ്മെ കൊണ്ട് പന്താടും, അവനൊക്കെ നമ്മെ നിന്യപ്പെടുത്തും, അവൻ നമ്മെ കൊണ്ട് നിസ്സാരപ്പെടുത്തും. അവന്റെ വേദിയിലേക്ക്, അവന്റെ ചുറ്റുപാടിലേക്ക്, പൈശാചിക അന്തരീക്ഷത്തിലേക്ക് അവൻ നമ്മെ തെളിച്ചു കൊണ്ടുപോകും. അതിൽ ബിദ്അത്തുണ്ടായിരിക്കാം, അതിൽ ശിർക്കുണ്ടായിരിക്കാം, അതിൽ കുഫ്രിയത്തുണ്ടായിരിക്കാം, അതിൽ കള്ളും വിചാരങ്ങളും അനാചാരങ്ങളും തോന്നിവാസങ്ങളും തട്ടിപ്പുകളും വെട്ടിപ്പുകളും വഞ്ചനകളും ചതിവുകളും എല്ലാം ഉണ്ടായിരിക്കാം. അങ്ങനെ അതെല്ലാം വർദ്ധിച്ച് അള്ളാഹുനെ മറന്നു. അള്ളാഹുനെ ഓർക്കാൻ അവൻ ടൈം തന്നെ തരുന്നതല്ല. അള്ളാഹുനെ സ്മരിക്കാനോ നമസ്കരിക്കുവാനോ തക്ബീർ മുഴക്കാനോ തസ്ബീഹ് മുഴക്കാനോ തഹ്ലീൽ മുഴക്കാനോ അള്ളാഹുനെ സ്മരിക്കാനോ ഉള്ളതായ ഒരു ചാൻസും അവൻ നൽകുന്നതേ അല്ല. അങ്ങനെയുള്ള പ്രയാസത്തിൽ അവൻ ഇട്ടുപെട്ടു പോകുന്നതാണ്. അള്ളാഹു പറയുന്നു, ഉലൈക ഹിസ്ബുശ് ശൈത്താൻ, അവരാണ് പൈശാചിക സേന. ഹിസ്ബുശ് ശൈത്താൻ എന്ന് പറഞ്ഞാൽ അവരാണ് പിശാചിന്റെ സേനയാണ് അവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പിശാചിന്റെ സേനയെ കുറിച്ച് പറഞ്ഞത് ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടപ്പെട്ടവർ, അവരാണ് കഷ്ടപ്പെടുന്നവർ, അവരാണ് അപകടത്തിൽപ്പെട്ടവർ. അങ്ങനെയുള്ളതായ അപകടത്തിലേക്ക് പെട്ടു പോകാതിരിക്കാൻ വേണ്ടി പിശാച് നമ്മെ പിടികൂടും. നാം ഒരു പക്ഷേ ചെറിയ മാധ്യമത്തിൽ കൂടിയാണ് അവൻ ആരംഭിക്കുക. ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മൊബൈലിൽ വരുന്നതായ, ഒരു വാട്സാപ്പിൽ വരുന്നതായ ഏതെങ്കിലും തത്വങ്ങൾ, ഏതെങ്കിലും ചിന്താഗതികൾ, ഏതെങ്കിലും അശ്ലീല കാഴ്ചകൾ, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് അവൻ ആരംഭിക്കുക. അത് വർദ്ധിപ്പിച്ച് ഈ മനുഷ്യനെ അവന്റെ അടിമയാക്കി മാറ്റി അവന്റെ ആ ദേഹയിച്ച് കീഴ്പ്പെട്ട് അവൻ അവസാനം മടങ്ങി വരാൻ സാധിക്കാത്തതായ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ളതായ അപകടത്തിലേക്ക് എത്തിയതായ വിഭാഗത്തെക്കുറിച്ച് ഖുർആൻ ചോദിക്കുന്ന ശൈലി കേൾക്കുക. അലം തറ അന്ന അർസൽന ശയാത്തീന അലൽ കാഫിരീന തഉസ്സുഹും അസ്സാ, നിങ്ങൾ കാണുന്നില്ലേ പിശാചുകൾ എങ്ങനെയാണ് സത്യനിഷേധികളെ അവരെ പിടിച്ചിട്ട് അവന്റെ അടിമകളാക്കി മാറ്റി ചാടുന്നു, ഡാൻസ് ആടുന്നു, തോന്നിവാസം ചെയ്യുന്നു, അനാചാരം ചെയ്യുന്നു, അപകടം ചെയ്യുന്നു. എല്ലാ രൂപത്തിലും അവൻ അവന്റെ ആളായി, പിശാചിന്റെ ആളായി മാറുന്നതായ മഹാ അപകടത്തിലേക്ക് എത്തുന്നതായ സന്ദർഭത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചോദിക്കുന്ന ചോദ്യം വളരെ ശ്രദ്ധേയമാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ തൽബീസ് ഇബ്ലീസ് എന്ന പേരിൽ മക്ക ഇമാം ഉണർത്തുകയുണ്ടായി. ഇബ്ലീസിന്റെ തൽബീസ്, ഇബ്ലീസ് നമ്മെ വസ്വാസം ഉണ്ടാക്കി, ഇബ്ലീസ് നമ്മെ അനിസ്ലാമികത്വത്തിലേക്ക് ചെന്ന് ചേർക്കാൻ വേണ്ടി ഓരോ ആൾക്കാരെ കുറിച്ച് പഠനം നടത്തി. അവന്റെ ഖത്വാത്തിനാണല്ലോ ഖുർആൻ പറഞ്ഞത്. ഓരോ ആൾക്കാരെ കുറിച്ച് പഠനം നടത്തി, ഓരോ ആൾക്കാരെ എങ്ങനെ വഴി പഴിപ്പിക്കണമെന്ന് എന്നതിനെ കുറിച്ച് അവൻ പഠിച്ച് അതിനെക്കുറിച്ച് ആലോചിച്ച് ചിന്തിച്ചിട്ട് ചിലപ്പോൾ അവന്റെ സമൂഹമായിട്ട് ഒരുമിച്ച് കൂടി സമ്മേളനമുണ്ടാക്കി, കോൺഫറൻസ് ഉണ്ടാക്കി തീരുമാനിക്കലായിരിക്കും ഇന്ന വ്യക്തികളെ, ഇന്ന വിഭാഗത്തിനെ, ഇന്ന സമൂഹത്തെ, ഇന്ന ആളെ എങ്ങനെയാണ് വഴിപഴിപ്പിക്കേണ്ടത്. ചിലപ്പോൾ സത്യവിശ്വാസിയായ മുഹിദായ മനുഷ്യനെ എങ്ങനെ വഴിപഴിപ്പിക്കാൻ സാധിക്കും. അവനൊരു പക്ഷേ ഗീബത്ത് പറയുന്ന ആളായി, നമീമത്ത് പറയുന്ന ആളായി, തൗഹീദ് ഉൾക്കൊണ്ടവരെ തന്നെ ആക്ഷേപിക്കുന്ന ആളായി, അവൻ ജർഹ് എന്ന പേരിലോ തഅദീൽ എന്ന പേരിലോ സലഫ് സാലിഹുകളുടെ കാലഘട്ടത്തിൽ ഹദീസ് സ്വീകരിക്കാൻ വേണ്ടി ഉപയോഗിച്ചതായ മാധ്യമങ്ങളായിരുന്നു അത്. ആ മാധ്യമങ്ങൾ ഇപ്പോൾ ആ പേരിൽ പലരും മുസ്ലിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയാനും, പണ്ഡിതന്മാരെ ചീത്ത പറയുവാനും, പണ്ഡിതന്മാരെ കുറവുകൾ പറയുവാനും, പണ്ഡിതന്മാരുടെ വീഴ്ചകൾ പറയുവാനും, അവസാനം ഇവൻ ചെയ്തതായ അമലുകൾ അറിയാതെ പറന്നു പോകുന്നതായിട്ട് ആയിരിക്കും സംഭവിക്കുക. ഇബ്ലീസ് സത്യവിശ്വാസികളിൽ നിന്നിട്ട് തൗഹീദുള്ളവരെ വഴിപഴിപ്പിക്കുന്ന ശൈലിയിൽപ്പെട്ടതാണത്. അങ്ങനെ തൗഹീദുള്ളവരോട് നീ വാജിബാത്ത് ഒഴിവാക്കെന്ന് പറഞ്ഞാൽ വാജിബാത്ത് ഒഴിവാക്കുകയില്ല, നീ ഫർദ് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ ഫർദ് ഒഴിവാക്കുകയില്ല. പക്ഷേ അവരെ കൊണ്ട് ഈ രൂപത്തിലുള്ളതായ പ്രവർത്തനം, ഈ രൂപത്തിലുള്ളതായ ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ അവൻ അറിയാം, പിശാചിന് അറിയാം. അതിനുവേണ്ടിയായിരിക്കും അവൻ പരിശ്രമിക്കുക. പക്ഷേ ഈ മുവഹിദാണെന്ന് പറയുന്നവൻ ഞാൻ തൗഹീദ് ഉൾക്കൊണ്ടവരല്ലേ, ഞാൻ മുവഹിദല്ലേ, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിക്കും മനസ്സിലാക്കിയ ആളല്ലേ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് മൂപ്പര് ധരിച്ചു പോയത് ഞാൻ പഴക്കൂല, എന്നെ ആർക്കും വഴിപഴിപ്പിക്കാൻ പറ്റൂല എന്നൊക്കെ അവന് തോന്നുന്നുണ്ടായിരിക്കും. അതേ സമയത്ത് അവൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്, അവൻ ചെയ്ത അമലുകൾ അവൻ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മറ്റുള്ളവരെ കുറ്റവും കുറവും പറഞ്ഞ്, പ്രത്യേകിച്ച് ആലിമിങ്ങളെ, പ്രത്യേകിച്ച് പ്രബോധകന്മാരെ
തമ്മിൽ തല്ലിക്കുവാനും അവരിൽ നിന്നിട്ട് ഓരോരുത്തരുടെ വീഴ്ചകൾ കണ്ടന്വേഷിച്ചിട്ട് അത് വാട്സാപ്പിൽ വിട്ടിട്ട് അത് നെറ്റിൽ കൂടി പ്രചരിപ്പിച്ചിട്ട് അങ്ങുമിങ്ങും തല്ലിപ്പിക്കുവാനും അങ്ങുമിങ്ങും ഭിന്നിപ്പിക്കുവാനുമുള്ളതായ പരിശ്രമം സാധാരണ മതവിദ്യാർത്ഥികൾ കാണാറുണ്ട്, സാധാരണ മുഅ്മിനീങ്ങൾ എന്നിട്ട് ചിലരിൽ കാണാറുണ്ട്. എല്ലാവരുമല്ല. അങ്ങനെയുള്ളതായ അപകടങ്ങളൊക്കെ പൈശാചിക തഖ്തീതാത്തുകളിൽ തൽബീസ് ഇബീസിൽപ്പെട്ടതാണ് എന്നത് നാം ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് ഇന്ന് മക്ക ഇമാമു സൂചിപ്പിച്ചപ്പോഴാണ് പറഞ്ഞത്, ചിലപ്പോൾ അവൻ നമ്മെ പ്രേരിപ്പിക്കൽ അവൻ ഓരോ ആൾക്കാരെ പഠിച്ചിട്ട് അവരെ കുറിച്ച് ശരിക്ക് മനസ്സിലാക്കിയിട്ടായിരിക്കും അവനെ എങ്ങനെ വഴിപഴിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ കള്ളുകുടിയന്മാരെ കള്ളുകുടിപ്പിച്ചിട്ട് വഴിപഴിപ്പിക്കും, ഈ വാജിബാത്ത് ഉപേക്ഷിക്കാൻ പറ്റുന്നവരെ അങ്ങനെ ഉപേക്ഷിപ്പിച്ചിട്ട് അവരെ വഴിപഴിപ്പിക്കും. അതുപോലെ തന്നെ ബിദ്അത്തുകൾ ചെയ്യുന്നവരെ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്, അടിവരയിടുക. ബിദ്അത്ത് ചെയ്യുന്നവരെ അവൻ വളരെ ഇഷ്ടപ്പെടുന്നതായ വിഭാഗമാണ് ബിദ്അത്ത് ചെയ്യുന്നവർ. കാരണം അത് യൂസുഫ് ബിൻ സുഫിയാൻ അൽ ബസവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ മാരിഫ വ താരീഖ് എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞൊരു ശൈലി പലപ്പോഴും ഞാൻ പറയാറുണ്ട്. പിശാച് എല്ലാ അവന്റെ സേനകളിൽ നിന്നിട്ട് ഓരോരുത്തരും ചെയ്തതായ പ്രവർത്തനങ്ങളെ പരിശോധിച്ച് അന്വേഷിക്കുന്ന സന്ദർഭത്തിൽ ഒരാള് അദ്ദേഹത്തിനെ വ്യഭിചരിക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്ന് കണ്ടാൽ അതിന് വലിയ ശ്രദ്ധ ചെലുത്തുന്നതല്ല. ഒരു പിശാച് ഒരു മനുഷ്യനെ കൊണ്ട് വ്യഭിചരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ തെറ്റൊന്നുമല്ല അവന്റെ വീക്ഷണത്തിൽ. അതേസമയത്ത് ഒരു വ്യക്തി ഒരു മുസ്ലിമായ ഒരു വ്യക്തിയെ കൊണ്ട് അവൻ ബിദ്അത്ത് ചെയ്യിപ്പിച്ചു എന്ന് കണ്ടാൽ ഇസ്ലാമിൽ ഇല്ലാത്തതായ ആനത്ത് പോക്കുകൾ, ഇസ്ലാമിൽ ഇല്ലാത്തതായ സന്തൽ പോക്കുകൾ, ഇസ്ലാമിൽ ഇല്ലാത്തതായ ജന്മദിനാഘോഷങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതായ റബീഉൽ മാസത്തിൽ റസൂലുള്ളാഹിയോടുള്ളതായ മഹബത്തിന്റെ പേരിൽ ജനങ്ങളിൽ നിന്നിട്ട് അറിവില്ലാത്തവർ കാട്ടിക്കൂട്ടുന്നതായ പല തോന്നിവാസങ്ങൾ, അനാചാരങ്ങൾ, ബിദ്അത്തുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചു എന്ന് ഈ പൈശാചിക ശല്യത്തിന്റെ ബേക്കിൽ പ്രവർത്തിക്കുന്ന പിശാചികൾ വന്നിട്ട് അവരുടെ നേതാവായ അവരുടെ വാപ്പയായ ഇബ്ലീസിനോട് പറഞ്ഞാൽ അവന് വളരെ സന്തോഷമാണെന്നാണ്. എന്തേ ഈ ബിദ്അത്ത് ചെയ്തവർ ബിദ്അത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ അവൻ ഇബാദത്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ബിദ്അത്തിൽ നിന്നിട്ട് അവൻ തൗബ ചെയ്യാൻ സാധ്യതയില്ല, അവൻ ബിദ്അത്തിൽ നിന്നിട്ട് അള്ളാഹുവിനോട് പാശ്ചാത്തപിക്കാൻ സാധ്യതയില്ല. അതേസമയത്ത് വ്യഭിചരിക്കുമ്പോൾ അവൻ മുസ്ലിമാണ് എങ്കിൽ അവൻ അള്ളാഹു എനിക്ക് ഭാവിയിൽ പുറത്തു തരട്ടെ എന്ന ആ പ്രതീക്ഷ അവനിൽ ഉണ്ടായിരിക്കും, അവൻ തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതാണ് വ്യത്യാസം. അപ്പോൾ ബിദ്അത്ത് ചെയ്യുന്നവര് ബിദ്അത്ത് ചെയ്യുമ്പോൾ അത് ഇബാദത്താണ് എന്ന് കരുതിയിട്ടും മനസ്സിലാക്കിയിട്ടും ഉദ്ദേശിച്ചിട്ടുമാണ് ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളതായ പ്രവർത്തനങ്ങൾ ചെയ്യിപ്പിക്കാനായിരിക്കും ഇബ്ലീസ് കൂടുതൽ പ്രേരണ നൽകുക, ഇബ്ലീസ് കൂടുതൽ പരിശ്രമിക്കുക എന്നത് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ പിശാചിനെ ശത്രുവായിട്ട് നാം പരിഗണിക്കണം, ശത്രുവായിട്ട് നാം മനസ്സിലാക്കണം. പിശാച് നമ്മുടെ ശത്രുവാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവന്റെ ആ ശത്രുതയിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയുള്ളതായ സർവ്വ മാധ്യമങ്ങൾ നാം ഉപയോഗിക്കേണ്ടതാണ്. ആ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതായ സന്ദർഭത്തിൽ നാം അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ വേണ്ടി ഏത് സമയത്തും ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ട് ഇരിക്കുകയും ആ ദിക്ർ ചെല്ലാൻ വേണ്ടി ഞാൻ ആദ്യം ഉണർത്തി. അതുപോലെ തന്നെ അവരോട് കാവല് ചോദിക്കാൻ വേണ്ടിയുള്ള ഭാഗങ്ങളും ഞാൻ ഉണർത്തി. അതോടൊപ്പം നാം ഏത് സന്ദർഭത്തിലും തെറ്റുകൾ വന്നു പോകുമ്പോഴെല്ലാം ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കുക. പിശാച് നമ്മളെ കൊണ്ട് തെറ്റുകൾ വർദ്ധിപ്പിച്ച് നമുക്ക് പിന്നെ ഇനി മടങ്ങാൻ പറ്റുകയില്ല, ഇനി മടങ്ങാൻ സാധിക്കുകയില്ല എന്ന് തോന്നിപ്പിച്ചു തരും. നിനക്ക് മടങ്ങാൻ പറ്റൂല, നിനക്ക് തൗബ ചെയ്യാൻ സാധിക്കൂല, നീ ഇപ്പോൾ തെറ്റുകളിൽ മുഴുകിക്കഴിഞ്ഞു എന്ന് തോന്നിപ്പിക്കും. ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ അങ്ങനെയുള്ള ചിന്താഗതികൾ ഖുനൂത്ത് എന്ന് പറയുന്ന ഖുനൂത്ത് ആണ്, അഥവാ നിരാശപ്പെടുക അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് എന്നത് നമ്മളിൽ ഉണ്ടാവാൻ പാടുള്ളതേ അല്ല എന്ന് അള്ളാഹു തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ വിളിച്ചത് തന്നെ തെറ്റ് ചെയ്തവരായ, അക്രമം ചെയ്തവരായ, അനീതി കാട്ടിയവരായ ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖനതു മിർ റഹ്മത്തില്ലാ. ശരീരത്തെ ആക്രമിച്ചതായ എന്റെ അടിമകളെ എന്ന് അള്ളാഹു അവനിലേക്ക് ചേർത്ത് വിളിച്ചു പറഞ്ഞു, തെറ്റ് ചെയ്തവരെ തന്നെ. എന്നിട്ട് പിന്നെന്താണ് പറയുന്നത്? നിങ്ങൾ എന്റെ അനുഗ്രഹത്തിൽ നിന്നിട്ട് നിരാശപ്പെട്ടു പോകരുത്. ലാ തഖനതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അള്ളാഹു നിങ്ങളുടെ സർവ്വ പാപങ്ങളെയും പുറത്തു തരുന്നതാണ്, നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് പൈശാചിക ചിന്താഗതികളിൽ നിന്നിട്ട്, വസ്വാസുകളിൽ നിന്നിട്ട് നീ ഇപ്പോൾ തെറ്റ് ചെയ്തു, നിന്റെ തെറ്റുകൾ ധാരാളം വളരെ വളരെ കൂടുതലായി മാറി, ഇനി നിനക്ക് തൗബ ചെയ്യാൻ പറ്റുന്നതല്ല, ഇനി നിനക്ക് പാശ്ചാത്തപിക്കാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് തെറ്റ് തന്നെ ചെയ്തു കൊള്ളുക, തെറ്റിൽ തന്നെ മുഴുകിക്കൊള്ളുക എന്നതായ പൈശാചിക ചിന്താഗതിയെ ഒരിക്കലും നാം കൂട്ടാക്കാൻ പാടുള്ളതല്ല. അതിനോട് നാം വിടവാങ്ങേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് ഒരു സഹാബി ഓടി വന്നതായ സംഭവം പലപ്പോഴും നാം പറയാറുണ്ട്. ആ ഓടി വന്നത് എന്തിനു വേണ്ടിയാണ്? അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു പോയി, ആ തെറ്റിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടി എന്താണ് മാർഗമെന്ന് ചോദിക്കാൻ വേണ്ടി തിങ്ങിയിരിക്കുന്നതായ സഹാബാക്കളെല്ലാം ദൂരപ്പെടുത്തിയിട്ട് എവിടെയാണ് അല്ലാഹുവിന്റെ റസൂൽ, എവിടെയാണ് മുഹമ്മദ് എന്ന് ചോദിച്ചുകൊണ്ട് ഒരാൾ വരികയുണ്ടായി. അവസാനം ജനങ്ങൾ കാണിച്ചു കൊടുത്തു, അതാണ് അള്ളാഹുവിന്റെ ദൂതരെ
എന്ന് ആ റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ വന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി അദ്ദേഹം ചെയ്തതായ തെറ്റിനെ. അപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ആ കേട്ടതായ സന്ദർഭത്തിൽ അല്പം താമസിച്ചിട്ടാണ് മറുപടി നൽകിയത്. കാരണം അദ്ദേഹത്തിന് മറുപടി പറയാൻ റസൂലുള്ളാഹിന്റെ പോക്കറ്റിൽ ഇല്ലല്ലോ. അള്ളാഹുവിൽ നിന്നിട്ട് മറുപടി കിട്ടുമ്പോഴേ റസൂൽ പറയുകയുള്ളൂ. ഇഷ്ടാനുസരണം പറയുന്നതല്ല, മുൻകൂട്ടി വിവരം കിട്ടാത്ത ദീനിന്റെ കാര്യത്തിൽ ഒന്നും തന്നെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതല്ല. അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഖിമിസ് സലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈലി ഇന്നൽ ഹസനാതി യുദ്ഹിബന സയ്യിആത്ത് എന്നതായ ആയത്തിറക്കുന്നത്. പകലിന്റെ 2 ഭാഗങ്ങളിലും അഥവാ സുബ്ഹ് നമസ്കാരം, ളുഹർ നമസ്കാരം, അസ്ർ നമസ്കാരം, അതുപോലെ തന്നെ രാത്രിയുടെ ചില ഭാഗങ്ങളിലും കൂടി നീ അള്ളാഹുവിനെ സ്മരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? നമസ്കരിക്കുക. അഖിമിസ് സലാത്ത തറഫൈൻ നഹാരി വസുലഫൻ മിനൽ ലൈലി ഇന്നൽ ഹസനാതി യുദ്ഹിബന സയ്യിആത്ത്. സൽക്കർമ്മങ്ങൾ തെറ്റുകളിൽ നിന്ന് മോചിക്കാൻ പറ്റുന്ന, തെറ്റുകളിൽ നിന്ന് ദൂരപ്പെടുത്താൻ പറ്റുന്ന, തെറ്റുകളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നതായ മാധ്യമങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവാർത്ത നൽകി. ഇത് ഞങ്ങൾക്ക് മാത്രമാണോ? അല്ല, എല്ലാവർക്കുമാണോ എന്ന് ചോദിച്ചപ്പോൾ ഖിയാമത്ത് നാൾ വരെ ഉള്ളതായ സർവ്വ ഉമ്മത്ത് മുഹമ്മദിനും ഉള്ളതായ പ്രത്യേകതയാണ് തെറ്റുകൾ വന്നുപോയാൽ പാശ്ചാത്തപിക്കുക, തെറ്റുകൾ വന്നുപോയാൽ തൗബ ചെയ്യുക. അത് വൻദോഷമായിരുന്നാലും ചെറുദോഷമായിരുന്നാലും തൗബ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. പുറത്തു തരുക എന്നത് തൽക്കാലമുള്ളതല്ല, അത് പിശാചിനെ പരാജയപ്പെടുത്തുന്നത് വരെ തൗബ ചെയ്തുകൊണ്ടേ ഇരിക്കുക. തെറ്റ് വരുമ്പോഴെല്ലാം തൗബ ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്നാൽ അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാമെന്ന് പറഞ്ഞതായ തൗബയുടെ ഇനത്തിൽപ്പെടാൻ വേണ്ടി നാം പാടുപെടണം. അതെങ്ങനെയാണ്? പൈശാചിക ശല്യത്തിൽ പെട്ടുപോകുന്നതായ സന്ദർഭത്തിൽ ഉടനെ തന്നെ ഫയതൂബൂന മിൻ ഖരീബ്, ഉടനെ തന്നെ അല്ലാഹുവോട് പശ്ചാത്തപിക്കുന്നു. ഫൗലൈക യതൂബുല്ലാഹു അലൈഹിം, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അതുപോലെ തന്നെ ചെയ്തതായ തെറ്റുകളിലേക്ക് വീണ്ടും മടങ്ങുകയില്ല എന്നതായ പശ്ചാത്താപം, ആ പശ്ചാത്താപത്തിന്റെ കൂട്ടത്തിൽ, ആ പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുവിനോട് അവൻ പ്രതിജ്ഞ ചെയ്യേണ്ടതാണ്. അങ്ങനെയുള്ള തെറ്റുകളിലേക്ക്, ഞാൻ പാശ്ചാത്തപിച്ചതായ തെറ്റുകളിലേക്ക് വീണ്ടും മടങ്ങുന്നതല്ല എന്ന് അള്ളാഹുവിനോട് അവൻ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുമാണ്. ഇതൊക്കെ തൗബയുടെ നിബന്ധനകളിൽ നാം സാധാരണ പറയാറുള്ളതായ ഭാഗമാണ്. ഏതായാലും ഇന്ന് മക്ക ഇമാം വിശദീകരിച്ചത് പൈശാചിക ശല്യത്തിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹമാകുന്ന ആ തൗബയുടെ വാതില് അടക്കപ്പെട്ടിട്ടില്ല എന്നത് നാം ഓർത്തുകൊണ്ടേ ഇരിക്കണം. അല്ലാഹു റസൂൽ പറയുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ശരീരം, എന്റെ ദാത്ത് ആരുടെ കയ്യിലാണ്? അങ്ങനെയുള്ള റബ്ബിനെ തന്നെയാണ് സത്യം. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, തെറ്റ് ചെയ്യാത്തവരാണ് എല്ലാവരും, സൃഷ്ടികൾ ആസകലം എന്ന് സങ്കല്പിക്കുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്യുന്നവരെ സൃഷ്ടിച്ചിട്ട് അവരെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരെ കൊണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ളതായ ചാൻസ് ഉണ്ടാക്കി കൊടുക്കുമെന്നതായ ഹദീസ് മക്ക ഇമാം ഓതുകയുണ്ടായി. അതിന്റെ അർത്ഥം തെറ്റ് ചെയ്യുന്നവരെ എവിടെ സൃഷ്ടിക്കുമെന്നും തെറ്റ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുമെന്ന അർത്ഥത്തിലേക്കല്ല. അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തെ കുറിച്ചാണ്. ഇവിടെ തെറ്റ് ചെയ്യാത്തവരില്ലേ ഇല്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രവചനം സ്മരണീയമാണ്. റസൂൽ പറയുന്നു, കുല്ലു ബനി ആദമ ഖത്താ, മനുഷ്യരാശി ആസകലം തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ളവരും തെറ്റ് ചെയ്യുന്നവരും തെറ്റിൽ കൂടുതലായിട്ട് തെറ്റുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നവരുമാണ് ബനി ആദമിന്റെ ശൈലി. അങ്ങനെയാണ് അള്ളാഹു, അങ്ങനെയാണ് അവരെ സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ വഖൈറുൽ ഖത്താഈൻ, തെറ്റുകൾ വരുന്നവരിൽ ഉത്തമരാരാണ്? അത്തവ്വാബൂൻ, പാശ്ചാത്തപിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ്. അപ്പോൾ ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് തെറ്റ് വരിക എന്നത് നമ്മുടെ മനുഷ്യ സഹജമാണ്. തെറ്റ് വരിക എന്നത് ആ തെറ്റിൽ നിന്നിട്ട് മോചിക്കാൻ വേണ്ടിയുള്ള പാശ്ചാത്തപം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുക എന്നത് അത് നമ്മുടെ ബാധ്യതയാണ്. അതിൽ ഒരിക്കലും നാം നിരാശപ്പെടാൻ പാടുള്ളതല്ല എന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം, എന്നതാണ് ഈ ഹദീസിന്റെ അർത്ഥം. ഒരു അവസരത്തിൽ മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എഴുത്തെഴുതുകയുണ്ടായി. കള്ളുകുടി കൊണ്ട് പ്രയാസപ്പെടുന്ന അല്ലെങ്കിൽ പരീക്ഷിക്കപ്പെടുന്നതായ ഒരു വ്യക്തിയിലേക്ക് മഹാനായ ഉമറുൽ ഖത്താബ് എഴുത്തെഴുതുകയുണ്ടായി. എഴുത്തിൽ അമ്മാ ബഅദു ഫഇന്നനി അഹ്മദുല്ലാഹി ഇലൈക, അല്ലാഹുവിനെ സ്തുതികീർത്തനം ചെയ്തുകൊണ്ട് മഹാനായ ഉമറുൽ ഖത്താബ് ആ എഴുത്തിൽ ഉൾക്കൊള്ളിച്ചതായ ഭാഗമാണ് അഹ്മദുല്ലാഹി ഇലൈക അല്ലദീ, ഏത് റബ്ബാണ്? ഹുവ ഗാഫിറുൽ ദംബി ഖാബിലുത് തൗബി ശദീദുൽ ഇഖാബി എന്നതായ ആ പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ് എഴുത്ത് ആരംഭിച്ചത്. ഈ എഴുത്ത് കിട്ടിയ ഉടനെ തന്നെ അദ്ദേഹം ആയത്തിനെ, ആ പദങ്ങളെ മടക്കി 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 പറഞ്ഞിട്ട് ആ എഴുത്ത് തന്നെ പാശ്ചാത്തപിക്കാൻ കാരണമായി തീർന്നു എന്നാണ്. തൗബയെ സ്വീകരിക്കുന്ന, അനുഗ്രഹിക്കുന്ന, പാശ്ചാത്തപം സ്വീകരിക്കുന്ന, ഗാഫിറുൽ ദംബി, എല്ലാ പാപങ്ങളെ പുറത്തു കൊടുക്കുന്ന, ഖാബിലുത് തൗബി, തൗബയെ സ്വീകരിക്കുന്ന,
മഹാനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹുവിന് ഞാൻ സ്തുതികീർത്തനം അർപ്പിക്കുന്നു എന്നതായ ആ എഴുത്ത് വായിച്ചതായ മനുഷ്യൻ പിന്നെ അദ്ദേഹം ആ കള്ളുകുടിയിലേക്ക് ചെന്നിട്ടില്ല. അതോടുകൂടി അദ്ദേഹം പാശ്ചാത്തപിച്ച് തൗബ ചെയ്തു, ഖേദിച്ച് മടങ്ങി എന്നതായ സംഭവത്തെ ഇന്ന് മക്ക ഇമാമ് വിവരിക്കുകയുണ്ടായി. ഇത് നമുക്കും പാഠമാണ്. ഇങ്ങനെ നാം അള്ളാഹുവിന്റെ വിശാലമായ അനുഗ്രഹത്തെ എപ്പോഴും മനസ്സിലാക്കിയിട്ട് നാം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലുണ്ട് നിരാശപ്പെടാത്ത രൂപത്തിൽ നാം പാശ്ചാത്തലത്തിൽ മുഴുകിക്കൊണ്ടേയിരിക്കണം എന്നതിലേക്കും നമ്മുടെ മുമ്പിലേക്ക് വരുന്നതായ ആ തെറ്റുകൾ, ആ വടക്ക് ചിന്താഗതികൾ, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നാം നമ്മുടെ മണിയറയിൽ ഉറങ്ങുന്ന സന്ദർഭത്തിൽ വരേക്കും, നമ്മുടെ ബെഡ്റൂമിൽ ഉറങ്ങുന്ന സന്ദർഭത്തിൽ വരേക്കും അവിടെ നമ്മുടെ മൊബൈലിൽ കൂടി തോന്നിവാസങ്ങൾ, വടക്ക് ചിന്താഗതികൾ, അശ്ലീല കാഴ്ചകൾ, അശ്ലീല കേൾവികൾ, അശ്ലീല ശബ്ദ കോലാഹലങ്ങൾ എല്ലാം കാണാൻ പറ്റുന്നതായ ഒരു യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നതുകൊണ്ട് തന്നെ പണ്ടുള്ള കാലഘട്ടങ്ങളിലുള്ളതിനേക്കാളും കൂടുതൽ നാം ഈ പൈശാചിക ശല്യത്തിൽ നിന്നിട്ട് മോചിക്കാനുള്ളതായ മാധ്യമങ്ങൾ കണ്ടെത്താൻ വേണ്ടി നാം പാടുപെടേണ്ടതും പരിശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും നിർബന്ധമുണ്ടായിരിക്കേണ്ടതുമാണ് എന്നത് പ്രത്യേകം ഉണർത്തേണ്ടതില്ല. അതിവിടെ സ്മരണീയമാണ്. എന്നാൽ അവസാനമായിട്ട് ഇന്ന് മക്ക ഇമാമ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതായ ഭാഗം, നാം റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ അടുക്കിലേക്ക് ചെല്ലുന്നതായ സന്ദർഭത്തിൽ പരലോകത്തിൽ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതായ ചോദ്യങ്ങളിൽ നിന്നിട്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ പെട്ടതാണ് നമ്മുടെ ദേഹയിച്ചയെ നാം പൈശാചിക ശല്യത്തിന് കീഴ്പ്പെടുത്തിയിട്ട് നാം അവന്റെ അടിമയായി മാറിയിട്ടുണ്ടോ ഇല്ലേ എന്നതായ ആ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കാൻ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നാം കൺട്രോൾ ചെയ്യേണ്ടി വരും. നമ്മുടെ കണ്ണിനെ, നമ്മുടെ കാതിനെ, നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ കൈയിനെ, നമ്മുടെ കാലിനെ, നമ്മുടെ അവയവത്തെ, നമ്മുടെ സമയത്തെ എല്ലാം നാം കൺട്രോൾ ചെയ്യേണ്ടി വരും. എന്നിട്ട് അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തുന്ന രൂപത്തിലാക്കി മാറ്റാൻ വേണ്ടി നാം പാടുപെടേണ്ടി വരും. അങ്ങനെ പാടുപെടുന്നതായ സന്ദർഭത്തിൽ പൈശാചിക ശല്യം നമുക്ക് തട്ടാതിരിക്കാൻ വേണ്ടിയുള്ളതായ ആ പരിശ്രമം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നാം ഇന്ന് മക്ക ഇമാം പറഞ്ഞതുപോലെ ഒരു സഹാബി വന്നിട്ട്, ഒരു വ്യക്തി സഹാബിയായി മാറിയതായ ഒരു വ്യക്തി, അദ്ദേഹം അമുസ്ലിമായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ചെയ്യാത്ത ഒരു തെറ്റുമില്ല എന്നതായ ആ വിശാലമായ നീണ്ട ഹദീസ് ഇന്ന് മക്ക ഇമാം ഓതുകയുണ്ടായി. വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയുണ്ടായി, ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട്, ഞാൻ ചെയ്യാത്തതായ തെറ്റുകളൊന്നുമില്ല. എല്ലാ വടക്ക് ചിന്താഗതികളും അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് ആരാധിക്കുക, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചാക്കുക, ശിർക്ക് ചെയ്യുക, കുഫർ ചെയ്യുക, വ്യഭിചരിക്കുക, എന്തെല്ലാം തെറ്റുകളുണ്ട് ആ ഇനങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വല്ല രക്ഷയുണ്ടോ, എനിക്ക് അതിൽ നിന്നിട്ട് മോചനം നേടാനുള്ളതായ മാധ്യമമുണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദ്റത്തിലേക്ക് വന്നിട്ട് ആ അറാബിയായ ആ ഗ്രാമീണരായ വ്യക്തി വന്നിട്ട് ചോദ്യം ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചത് ഇങ്ങനെയായിരുന്നു, അത്അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അല്ലാഹു ഏകനാണ്, അല്ലാഹു അല്ലാതെ ആരാധന വസ്തുവില്ല എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലാൻ നിനക്കൊരുക്കമുണ്ടോ, അഥവാ മുസ്ലിം ആവാൻ തയ്യാറുണ്ടോ എന്നതാണ് ചോദ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ, ഞാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറയാൻ ഒരുക്കമുണ്ടോ, അതും ഞാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി, ഇത്തരം വാക്കുകൾ നീ ചെയ്തു കഴിഞ്ഞാൽ, അതുപോലെ അള്ളാഹുവിന്റെ കൽപ്പനകൾ, വിധികൾ ജീവിതത്തിൽ പകർത്തി വിലക്കുകൾ ഒഴിവാക്കി ജീവിക്കാനുള്ള തയ്യാറെടുപ്പ് എടുത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തോട് അള്ളാഹു റസൂൽ പറയുകയുണ്ടായി, നിങ്ങളുടെ സർവ്വ പാപങ്ങൾ, നിങ്ങളുടെ സർവ്വ ദോഷങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നിട്ടുണ്ട്. എന്തുകൊണ്ട്? അൽ ഇസ്ലാമു യജുബ്ബു മാ ഖബല, ഒരാൾ മുസ്ലിമായി കഴിഞ്ഞാൽ അവന്റെ സർവ്വ പാപങ്ങൾ ആ ഇസ്ലാം അവലിലൂടെ അവൻ അള്ളാഹു മാഫ് ചെയ്തു കൊടുക്കും എന്നതായ ആ സന്തോഷ വാർത്തയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയത്. അത് കേട്ടതായ സന്ദർഭത്തിൽ അദ്ദേഹം ചോദിക്കുകയുണ്ടായി, എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കൂടി അദ്ദേഹം തിരിച്ചു പോവുകയുണ്ടായി. പോകുമ്പോൾ മടങ്ങി അദ്ദേഹം ആ വാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ പോവുകയാണ്. സന്തോഷത്തിന്റെ കടുപ്പം കൊണ്ട് അദ്ദേഹം ഞാൻ ചെയ്തതായ വഞ്ചനകൾ, ഞാൻ ചെയ്തതായ ചതിവുകൾ, ഞാൻ ചെയ്തതായ തമ്മാടിത്തങ്ങൾ, ഞാൻ ചെയ്തതായ അനാചാരങ്ങൾ എല്ലാം എനിക്ക് അള്ളാഹു പുറത്തു തരുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആ മഹാനായ വ്യക്തിത്വം തൗബ ചെയ്തുകൊണ്ട് പാശ്ചാത്തപിച്ചുകൊണ്ട് ആ നല്ല സന്തോഷത്തോടു കൂടിയുള്ളതായ മടക്കം അദ്ദേഹം മടങ്ങിയതായ വാർത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായ സഹീഹ ഹദീസിലുള്ളതായ ഭാഗം ഇന്ന് മക്ക ഇമാമിന്റെ ഖുതുബയുടെ സമാപനത്തിൽ ഓതിയതായ ആ ഭാഗമാണ്. അത് നമുക്കും പാഠമാണ്. ഏത് ദോഷങ്ങൾ, ഏത് പാപങ്ങൾ നാം ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ
അവകളിൽ നിന്നിട്ടെല്ലാം പരിപൂർണമായി മുക്തരായി കഴിഞ്ഞാൽ, പരിപൂർണമായി മടങ്ങാത്ത രൂപത്തിലുള്ളതായ പശ്ചാത്താപം ചെയ്തു കഴിഞ്ഞാൽ, അല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ്, വല്ല തെറ്റുകൾ ചെയ്താൽ, വിചാരങ്ങൾ അനാചാരങ്ങൾ ചെയ്താൽ ആ സന്ദർഭത്തിൽ അല്ലാഹു അവർ സ്മരിക്കുന്നു. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, ഉടനെ തന്നെ അവർ അല്ലാഹുവിനോട് പശ്ചാത്തപിക്കുന്നു, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നു, അല്ലാഹുവിനോട് തൗബ ചെയ്യുന്നു. അല്ലാഹു ചോദിക്കുകയാണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, ആരാണ് അല്ലാഹു അല്ലാതെ അവർക്ക് മാഫ് ചെയ്തു കൊടുക്കുക? നിബന്ധന എന്താണ്? വലം യസ്റു അലാ മാ ഫഅലു വഹും യഅലമൂൻ, അറിഞ്ഞുകൊണ്ട് ആ തെറ്റുകൾ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റിലേക്ക് വീണ്ടും മടങ്ങാതിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉണർത്തിയതായ ഭാഗവും ഇവിടെ സ്മരണീയമാണ്. മക്ക ഇമാമ് ഇന്ന് സംസാരിച്ച വിഷയം പൈശാചിക ശല്യത്തെ തൊട്ട് മോചിക്കാനുള്ളതായ മാധ്യമങ്ങൾ എന്താണെന്ന് നാം കാണണം, കണ്ടെത്തണം. ഇന്ന ശൈത്താന ലക്കും അദു, പിശാച് നിങ്ങളുടെ ശത്രുവാണ്. ഫത്തഖിദുഹു അദുവ, നിങ്ങൾ അവനെ ശത്രുവായി തന്നെ കാണണം. അവൻ ഒരിക്കലും മിത്രനല്ല. അവൻ മിത്രനാണെന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ സയ്യന ലഹും ശൈത്താന അമാലഹും ഫസദ്ദഹും അനിസ് സബീൽ എന്ന് മറ്റൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ, അവൻ നാം ചെയ്യുന്നതായ തോന്നിവാസങ്ങൾ, ധിക്കാരങ്ങൾ നല്ലതാക്കി തോന്നിപ്പിച്ചു തരും. അതൊരിക്കലും നാം നല്ലതായി കാണരുത്. പിശാചിനെ പിശാചായി ശത്രുവായി കണ്ടു കഴിഞ്ഞാൽ അവന്റെ എല്ലാ ഭാഗത്തിൽ നിന്ന് വരുന്നത് മുഴുവനും അത് നമുക്ക് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ തിന്മയ്ക്ക് വേണ്ടിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അതിലൂടെ സാധിക്കേണ്ടതാണ് എന്നർത്ഥം. അതാണ് ഇന്ന് മക്ക ഇമാം ഉണർത്തിയതിന്റെ രത്നച്ചുരുക്കം. മദീന ഇമാം എന്ന ഡോക്ടർ അലി അബ്ദുറഹ്മാൻ ഉസൈഫിയായിരുന്നു സംസാരിച്ചത്. അദ്ദേഹം ഇന്ന് സംസാരിച്ച വിഷയം വളരെ നീണ്ട വിഷയമാണ്. അദ്ദേഹത്തിന്റെ പതിവ് പോലെ ഏതായാലും നമുക്ക് ഷോർട്ടാക്കാം. മൻ കാന യുരീദുൽ ഇസ്സത ഫലില്ലാഹിൽ ഇസ്സതു ജമീഅ ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബു വൽ അമലുസ് സാലിഹു യർഫഉ എന്ന ആയത്ത് ഓതിയും കൊണ്ടാണ് അദ്ദേഹം ഇന്ന് മദീനയിൽ സംസാരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വാക്ക് നമ്മോട് വിവരിച്ചു തരികയാണ്. ആരെങ്കിലും അന്തസ് വേണം, അഭിമാനം വേണം, ഇസ്സത്ത് വേണം എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇസ്സത്ത് മുഴുവനും അള്ളാഹുവിന്റെ പോക്കറ്റിലാണ്, അള്ളാഹുവിന്റെ കയ്യിലാണ്, അള്ളാഹുവിന്റെ അടുക്കലിലാണ്, അള്ളാഹുവിന്റെ കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബു, നല്ല വചനങ്ങൾ അള്ളാഹുവിലേക്ക് കയറുന്നതാണ്. വൽ അമലുസ് സാലിഹു യർഫഉ, സാലിഹായ അമലിനെ അള്ളാഹു കയറ്റുന്നതുമാണ്. അള്ളാഹുവിന്റെ ആ മഹാ സാന്നിധ്യത്തിലേക്ക് ഇവിടെ നിന്ന് നല്ലത് മാത്രമേ കയറുകയുള്ളൂ. നല്ല വചനങ്ങൾ, നല്ല വാക്കുകൾ, നല്ല അമലുകൾ, നല്ല ചിന്താഗതികൾ, നല്ല പ്രവർത്തനങ്ങൾ, അത് മാത്രമേ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് കേൾക്കുകയുള്ളൂ. അപ്പോൾ നാം നല്ലത് ചെയ്യാൻ, നല്ലത് പ്രവർത്തിക്കാൻ, നല്ലത് പറയാൻ, നല്ലത് പ്രചരിപ്പിക്കാൻ, നല്ലത് നമ്മുടെ ജീവിത ലക്ഷ്യമാക്കി മാറ്റാൻ പരിശ്രമിക്കണം എന്നതാണ് മദീന ഇമാമ് വിശദീകരിക്കുന്നത്. ഉബൂദിയ്യ എന്നത് പല രൂപത്തിൽ കൂടി നമുക്ക് ഉബൂദിയ്യയുടെ അള്ളാഹുവിനോടുള്ളതായ ആ പരിപൂർണ സമർപ്പണം, അതാണ് ഉബൂദിയ്യ. ആരാധന, അതാണ് ഉബൂദിയ്യ. ആ ആരാധനയും സമർപ്പണവും പല രൂപത്തിലും നമുക്ക് കൊലപ്പെടുത്താം. അത് ഖൽബിൽ കൂടി വരുന്നതായ ഉബൂദിയ്യത്തുണ്ട്, ശരീരം കൊണ്ട് ചെയ്യുന്നതായ ഉബൂദിയ്യത്തുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദേഹയിച്ചയെ കൊണ്ട് നാം ആ അള്ളാഹുവിനാക്കി മാറ്റുക. നമ്മുടെ ദേഹയിച്ച അള്ളാഹുവിന്റെ റസൂലിന്റെ ഇച്ഛനുസരിച്ചിട്ടാക്കി മാറ്റിയിട്ടില്ലെങ്കിൽ അവൻ പരിപൂർണ്ണ മുഅ്മിനല്ല എന്ന ഹദീസ് ഉണ്ടല്ലോ. എന്നതുപോലെ നമ്മുടെ ദേഹയിച്ച അള്ളാഹുവിന് കീഴ്പ്പെടുത്തുക. അതുകൊണ്ട് തന്നെ ദേഹയിച്ചയ്ക്ക് അടിമപ്പെടുന്നവൻ, എന്നിട്ട് അള്ളാഹു കൽപ്പിക്കാത്തത് പ്രവർത്തിക്കുന്ന, ദേഹയിച്ച കൽപ്പിക്കുന്ന പ്രവർത്തിക്കുന്നവൻ, അതിലൂടെ അവൻ മുശ്രിക്കായി മാറുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഏറ്റവും വലിയ അക്രമിയാരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതാരാണ്? മനിത്തഖദ ഇലാഹു ഹവാഹു, അവന്റെ ദേഹയിച്ചയെ ദൈവമാക്കി മാറ്റിയ, ദേഹയിച്ചയെ ആരാധ വസ്തുവാക്കി മാറ്റിയതായ വിഭാഗം. അങ്ങനെയുള്ളതായ നീച നികൃഷ്ട ചിന്താഗതികളിൽപ്പെട്ടതായ ശിർക്ക് പോലത്തതായ ബിദ്അത്ത് പോലത്തതായ അനാചാരങ്ങൾ ചെയ്യുന്ന വിഭാഗം, അത് യഥാർത്ഥത്തിൽ ദേഹയിച്ചയ്ക്ക് അടിമപ്പെടുന്നവരാണ്. ദേഹയിച്ചയ്ക്ക് അടിമപ്പെടുന്നവരെ പിശാച് അവരെ കൊണ്ട് ചാടിക്കുന്ന കാണാം, അവരെ കൊണ്ട് ഓടിക്കുന്ന കാണാം, അവരെ കൊണ്ട് ഡാൻസ് അടിക്കുന്ന കാണാം, അവരെ കൊണ്ട് മ്യൂസിക്കുകളും ഹാർമോണിയങ്ങളും ചെയ്യിപ്പിക്കുന്ന കാണാം, അവരെ കൊണ്ട് ബേലടിപ്പിക്കുന്ന കാണാം, അവരെ കൊണ്ട് കള്ളു കുടിപ്പിക്കുന്നതായി കാണാം, അവരെ കൊണ്ട് എന്തെല്ലാം റസൂലുള്ളാഹിന്റെ മഹബത്ത് പറഞ്ഞിട്ട് നാം ഈ മാസത്തിൽ കണ്ടു. കേരളത്തിൽ എന്തെല്ലാം തോന്നിവാസങ്ങളാണ്. ലോകത്തിൽ എല്ലായിടങ്ങളിലും, മക്ക, മദീന, സൗദി അറേബ്യ ഒഴിച്ച് മറ്റു ലോകത്തിലുള്ള എല്ലാ നാടുകളിലും നാം കണ്ടതായ അനാചാരങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മക്ക ഇമാം പറഞ്ഞതായ ആ പൈശാചിക ശല്യം, പൈശാചി അവരെ കൊണ്ട് കളിച്ചതായ ആ പന്താടിയതായ രൂപം, അത് നാം ഇവിടെ മദീന ഇമാം പറയുന്നതായ ദേഹയിച്ചയ്ക്ക് അടിമപ്പെടുമ്പോൾ വരുന്നതായ ആ അപകടമാണത്. ദേഹയിച്ചയ്ക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ദേഹയിച്ച നല്ലതാണെന്ന് തോന്നിപ്പിക്കുന്നതെല്ലാം ചെയ്യും. അതിലൂടെ അനാചാരമാണോ, അക്രമമാണോ, അനീതിയാണോ, തോന്നിവാസമാണോ, ധിക്കാരമാണോ, അതൊന്നും നോക്കാനും ചിന്തിക്കാനുള്ളതായ ടൈം വരെ കൊടുക്കുന്നതല്ല പിശാച്. ആ രൂപത്തിലാണ് നാം ബിദ്അത്ത് ചെയ്യുന്നവരെ കണ്ടത്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ളതായ അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഏറ്റവും ഉത്തമമായ രീതി അള്ളാഹുവിനുള്ളതായ ഉബൂദിയത്ത് അതിപരിപൂർണമായി അള്ളാഹുവിന് മാത്രമാക്കി മാറ്റുക. ദേഹയിച്ചവരെ അള്ളാഹുവിനെ കീഴ്പ്പെടുത്തുക,
പരിപൂർണ അനുസരണം, അള്ളാഹുവിന് സമർപ്പണം, കീഴ്വടക്കം നമ്മൾ നിന്നിട്ട് ഉടലെടുക്കുക. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിന്റെ ഇഷ്ടപ്പെട്ട ദാസനായി ദാസിയായി നാം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ചലനങ്ങൾ, അനക്കങ്ങൾ, ആട്ടങ്ങൾ, പെരുമാറ്റങ്ങൾ, ചിന്താഗതികൾ ഇതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെട്ടതാക്കി മാറ്റാൻ, അള്ളാഹു ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി മാറ്റാൻ അത് നമ്മെ പ്രേരിപ്പിക്കുന്നതാണ്. ഇബാദത്തിനെ കുറിച്ച് മദീന ഇമാം പറഞ്ഞപ്പോൾ അത് ഹൃദയത്തിൽ കൂടി ഇബാദത്തുണ്ട്, അതുപോലെ തന്നെ ജവാരിഹിൽ കൂടി ഇബാദത്തുണ്ട്, ചിന്താഗതികളിൽ കൂടി ഇബാദത്തുണ്ട്. എല്ലായിടങ്ങളിലും എല്ലാ രൂപത്തിലും ഇബാദത്ത് വരാൻ സാധ്യതയുണ്ട്. ഹൃദയത്തിൽ കൂടി ക്ലിയറായ അള്ളാഹുവിന് ആത്മാർത്ഥമായി മാത്രം ചെയ്യുന്ന ആ ഇബാദത്തുകൾ, അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടുക. അല്ലാതെ മറ്റുള്ളവരെ പങ്കുചേർത്ത് മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവർ കാണാൻ വേണ്ടി, മറ്റുള്ളവർ പ്രശംസിക്കാൻ വേണ്ടി, മറ്റുള്ളവർ ബഹുമാനിക്കാൻ വേണ്ടി, മറ്റുള്ളവർ ആദരിക്കാൻ വേണ്ടി, മറ്റുള്ളവർ നല്ലവരാണെന്ന് നമ്മെക്കുറിച്ച് പറയാൻ വേണ്ടി ആണ് വല്ല ഇബാദത്തുകളും വല്ല അള്ളാഹ്ക്ക് ചെയ്യേണ്ട ആരാധനകളും ചെയ്തതെങ്കിൽ അതിലും എന്ത് ചെയ്യുന്നു? നാം അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ പങ്കു ചേർക്കൽ വരുന്നു. അത് ചെറുദോഷമാണ്, വൻദോഷങ്ങളിൽ വൻദോഷമാണ്. അതേസമയത്ത് ശിർക്കിലേക്ക് എത്തുന്നതല്ല. ശിർക്ക് എപ്പോഴാണ്? അത് നമുക്കറിയാവുന്നത് പോലെ അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ ഇബാദത്തിൽ പങ്കു ചേർക്കുന്നവരാണ്. അതേസമയത്ത് മറ്റുള്ളവരെ ഞാൻ ചെയ്യുന്ന ഇബാദത്ത് കാണട്ടെ എന്ന് വിചാരിക്കുക, അത് റിയ ആണ്, അത് ലോകമാന്യമാണ്, അത് ശിർക്കുൽ അസ്ഗറാണ്. ശിർക്കുൽ അസ്ഗർ മഹാ അപകടം തന്നെയാണ്, നമ്മുടെ അമലുകൾ നശിക്കാനുള്ള കാരണമായി തീരുന്നതാണ്, ശ്രദ്ധിക്കേണ്ടതുമാണ്. എന്നാൽ നാം നമ്മുടെ ഇബാദത്തിനെ അത് എല്ലാ രൂപത്തിലുള്ളതായ ഇബാദത്തിനെ അള്ളാഹുവിന് മാത്രമാക്കി മാറ്റുക എന്ന് പറഞ്ഞപ്പോൾ മദീന ഇമാം വിശദീകരിക്കുകയുണ്ടായി. അള്ളാഹുവിന് മാത്രമാക്കി മാറ്റുമ്പോൾ അള്ളാഹുവിന്റെ അവകാശത്തെ നീ സൂക്ഷിക്കൽ വരുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ അവകാശത്തെ നീ സൂക്ഷിക്കൽ വരുന്നു, നിന്റെ മാതാപിതാക്കൾക്കുള്ളതായ അവകാശത്തെ സൂക്ഷിക്കൽ വരുന്നു. അതുപോലെ തന്നെ നിന്റെ നേതാക്കൾ, നിന്റെ നാട്ടു നേതാക്കൾ, നിന്റെ ഉമറാകൾ, നിന്റെ ഹുക്കാമുകൾ അവർ മുസ്ലിമീങ്ങൾ ആണെങ്കിൽ അവരനുസരിക്കുക എന്നത് അത് യഥാർത്ഥത്തിൽ എന്താണ്? അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ പെട്ടൊരു ഭാഗമാണ്. അള്ളാഹുവിനെ നിങ്ങൾ അനുസരിക്കുക, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക, നിങ്ങളുടെ ഉത്തരവാദപ്പെട്ടവരാകുന്ന മുസ്ലിങ്ങൾ എന്നിട്ടുള്ളതായ നേതൃത്വങ്ങളെ നിങ്ങൾ അനുസരിക്കുക എന്ന അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. ആ കൽപ്പനയെയും ആ ഹക്കിനെയും സൂക്ഷിച്ചാളായി മാറും യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് പോലെ ആരാധിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മനുഷ്യ അവകാശത്തിൽ നാം വീഴ്ച വരുത്തുന്നതല്ല, മനുഷ്യന്മാർക്ക് നൽകേണ്ടതായ അവകാശത്തിൽ നാം വീഴ്ച വരുത്തുന്നതല്ല. ആ മനുഷ്യാവകാശത്തിൽ നമ്മുടെ അയൽവാസികളുണ്ട്, നമ്മുടെ കൂട്ടുകുടുംബക്കാരുണ്ട്, നമ്മുടെ പരിസരത്ത് ജീവിക്കുന്നവരുണ്ട്, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുണ്ട്, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്നവരുണ്ട്. ഏതെല്ലാം രൂപത്തിൽ നാമുമായി ഇടകലരുന്നതായ മനുഷ്യന്മാരുണ്ടാകുന്നുവോ അവരുടെ എല്ലാം അവകാശങ്ങൾ നാം വീട്ടുക എന്നത് അള്ളാഹുവിന് ആരാധന സമർപ്പിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് എന്ന് മദീന ഇമാം എന്ന് പ്രത്യേകം ഉണർത്തുകയുണ്ടായി. അപ്പോൾ അള്ളാഹുവിനെ ഭയപ്പെടുന്ന, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്നിട്ട് മനുഷ്യാവകാശത്തിൽ വീഴ്ച വരുത്തുന്നവരുണ്ടാവാൻ പാടുള്ളതല്ല, അയൽവാസികൾക്കുള്ള അവകാശത്തിൽ വീഴ്ച വരുത്തുന്നവരുണ്ടാവാൻ പാടുള്ളതല്ല എന്ന് മാത്രമല്ല നമ്മുടെ സഹജീവികൾ, സഹപാഠികൾ അവർക്കുള്ളതായ അവകാശങ്ങളിൽ വീഴ്ച വരുത്തുന്നവരെ നമ്മുടെ കൂടെ ഉണ്ടാവാൻ പാടുള്ളതല്ല എന്ന അർത്ഥത്തിലേക്ക്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാർക്കുള്ളതായ അവകാശങ്ങളിൽ പെട്ടതാണ് ചാർച്ചബന്ധങ്ങൾ. ആ ചാർച്ചബന്ധങ്ങൾ നാം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ രൂപത്തിലുള്ളതായ ആധുനിക മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചാർച്ചബന്ധം ചേർക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതൊക്കെ ചേർക്കാൻ വേണ്ടി നാം പാടുപെടേണ്ടതുമാണ്. വിശുദ്ധ മദീനയിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയതായ മദീന യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളാവട്ടെ, മദീന മസ്ജിദ് നബവിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാവട്ടെ, മദീനയിലെ എവിടെ താമസിക്കുന്നവർ, ജോലി ചെയ്ത് താമസിക്കുന്നവരാവട്ടെ, അവർക്കെല്ലാം കിട്ടിയ ചാൻസാണ്. ആ വിശുദ്ധ മസ്ജിദ് നബവിയെ ചുറ്റിപ്പറ്റിയിട്ട് അവർക്ക് അല്പ കൊല്ലങ്ങൾ ഈ നാട്ടിൽ കഴിച്ചുകൂടാൻ കിട്ടിയതായ മഹാനേട്ടം, മഹാസമ്പാദ്യം, അത് തീർച്ചയായിട്ടും ആ സമ്പാദ്യത്തെ കുറിച്ച് പരലോകത്തിൽ ചോദിക്കപ്പെടും അള്ളാഹുവിന്റെ അടുക്കൽ. ആ ചോദിക്കപ്പെടുന്നതിന് മറുപടി നാം എങ്ങനെ കണ്ടെത്തണം? അത് ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ അള്ളാഹുവിന് നന്ദി പറയേണ്ടത് നാവ് കൊണ്ടല്ല, അള്ളാഹ്ക്ക് നിങ്ങളുടെ നാവ് കൊണ്ടുള്ള മറുപടി അല്ല പ്രധാനമായിട്ട് വേണ്ടത്, നിങ്ങളുടെ പ്രവർത്തനത്തിലു കൂടി ഉള്ളതായ മറുപടിയാണ്. ദാവൂദ് കുടുംബമേ, നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ, നന്ദി പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞത്, ഈ അമലു എന്നാ പറഞ്ഞത്. അപ്പോൾ നാം അമൽ ചെയ്യണം. അമൽ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇവിടെ താമസിക്കാൻ കിട്ടിയതായ അഥവാ മദീനയിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയതായ സഹോദര സഹോദരിമാര് ആരായിരുന്നാലും വിരോധമില്ല, മക്കയിൽ താമസിക്കാൻ ചാൻസ് കിട്ടിയതായ സഹോദര സഹോദരിമാര് ആരായിരുന്നാലും വിരോധമില്ല, ഹജ്ജിന് വേണ്ടി വന്നാലും ഉംറയ്ക്ക് വേണ്ടി വന്നാലും സ്ഥിരതാമസത്തിന് വേണ്ടി ചാൻസ് കിട്ടിയാലും വിദ്യാർത്ഥിയാവാൻ വേണ്ടി ചാൻസ് കിട്ടിയാലും അവർക്കെല്ലാം കിട്ടുന്നതായ മഹാ ചാൻസാണ് ഈ നാട് ലോകത്ത് ഓതുന്നതായ കഥകൾ പറയുക, പഠിക്കുക. അതിന്റെ ചുറ്റുപാട് അവന്റെ മുമ്പിലുണ്ട്. ആ ചുറ്റുപാട് നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കിട്ടൂല. ഇപ്പോൾ കിട്ടിയതായ ആ സുവർണാവസരം ശരിക്കും ഉപയോഗപ്പെടുത്തിയും കൊണ്ട് ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു പ്രഭാതത്തിൽ നാട്ടിലേക്ക് മടങ്ങിപ്പോകേണ്ടി വന്നാൽ ഈ നാടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ ശൈലിയിൽ പറയാറുള്ളത് പോലെ ജീവിതം സ്വർഗത്തോപ്പീകരിക്കാൻ, ജീവിതം മക്കീകരിക്കാൻ, ജീവിതം മുഹാജിരീകരിക്കാൻ, ജീവിതം അൻസാരി
അൻസാരീകരിക്കാം, ജീവിതം മക്കീകരിക്കാൻ, മദീനീകരിക്കാൻ എല്ലാം ചാൻസ് കിട്ടുന്ന രൂപത്തിലാക്കി മാറണമെങ്കിൽ എന്ത് വേണം? അതിനുവേണ്ടി ഒരുങ്ങണം, അതിനുവേണ്ടി തയ്യാറെടുക്കണം. ആ തയ്യാറെടുപ്പും ഒരുക്കവും ഈ ചുറ്റുപാടിൽ, ഈ മദീന ചുറ്റുപാടിൽ, ഈ മക്ക ചുറ്റുപാടിൽ, ഈ പുണ്യ അന്തരീക്ഷത്തിൽ അല്ലാതെ ലഭിക്കുന്നതേ അല്ല എന്നതുകൊണ്ട് തന്നെ ആ ചാൻസ് നഷ്ടപ്പെട്ടു പോയാൽ, ഇനിയൊന്ന് മടങ്ങിക്കിട്ടിയാൽ ഈ ചാൻസ് എന്ന് ആഗ്രഹിച്ചിട്ട് വ്യാമോഹം വെച്ചിട്ട് പ്രയോജനമില്ല. ചിലപ്പോൾ വീണ്ടും മടങ്ങാൻ സാധിച്ചോളണമെന്നില്ല എന്ന് ഞാൻ സാധാരണ പറയാറുണ്ട്. മദീനയിൽ വരാൻ, മക്കയിൽ വരാൻ, പുണ്യഭൂമിയിൽ വരാൻ ചാൻസ് കിട്ടിയവരോട് അത് ഞാൻ വീണ്ടും മടക്കി പറയുന്നു. ഇബാദാത്തുകൾ എന്ന് പറയുമ്പോൾ ഇബാദാത്തുകളുടെ മുഖ്യമായ ഭാഗം അത് നമ്മുടെ വിശ്വാസപരമായ, ആദർശപരമായ ഭാഗമാണ്. ആ ആദർശം അത് സംരക്ഷിക്കേണ്ടതുപോലെ സംരക്ഷിക്കാൻ ഈ നാട്ടിൽ കൂടി നേടിയെടുക്കാനുള്ളതായ, ഈ പുണ്യഭൂമിയിൽ കൂടി അഥവാ സൗദി അറേബ്യ പോലത്തതായ ഇസ്ലാമിക നിയമങ്ങൾ, തൗഹീദ് പ്രചരിപ്പിക്കാൻ നിർബന്ധമുള്ള നേതാക്കളുള്ളതായ നാടാണ് ഇവിടെ. ഈ നാട്ടിൽ വെച്ചിട്ട് സാധിക്കും പോലെ വേറെ എവിടുന്നും ഈ രൂപത്തിൽ സാധിച്ചോണമെന്നില്ല. അതുകൊണ്ട് അത് ശരിക്കും ഉപയോഗപ്പെടുത്താൻ വേണ്ടി നാം പരിശ്രമിക്കേണ്ടതാണ്. നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹഖുകൾ അത് മനസ്സിലാക്കേണ്ടതുപോലെ അവകാശങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അല്ലാഹുവിനെ സ്മരിക്കുക, അല്ലാഹുവിനെ മറന്നു പോകാതിരിക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുക, ആ അല്ലാഹു സുബ്ഹാനഹു വ തആലക്കുള്ള അനുസരണത്തിൽ വീഴ്ച വരുത്താതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്ദി പ്രകടിപ്പിക്കുക, ആ നന്ദി പ്രകടനത്തിൽ നാം ഒരിക്കലും നന്ദികേട് കാട്ടുന്നവരായി മാറാതിരിക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹുബ്ബിനെ മഖ്ലൂഖിന്റെ ഹുബ്ബിനേക്കാളും മുന്തിപ്പിക്കുക. അതാണ് മുഖ്യം. അല്ലാഹുവിന്റെ ഹുബ്ബിനെ നാം എന്ത് ചെയ്യണം? എല്ലാവരോടുള്ളതായ ഹുബ്ബിനേക്കാളും മുന്തിപ്പിക്കേണ്ടതാണ്. ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിനു തർളൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരിഹി എന്ന ആയത്ത് നമ്മുടെ കൺമുമ്പിലെല്ലാം ഇപ്പോഴും ഉണ്ടാവേണ്ടതാണ്. നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ ജ്യേഷ്ഠാഞ്ചന്മാരും നിങ്ങളുടെ കൂട്ടുകുടുംബക്കാരും നിങ്ങൾ സമ്പാദിച്ച സമ്പാദികളും നിങ്ങളുടെ വീടുകളും നിങ്ങളുടെ ഭൗതിക നേട്ടങ്ങളും ഇതെല്ലാം ആണെങ്കിൽ അഹബ്ബയിലേക്കും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ്. ആരേക്കാൾ? അള്ളാഹിനേക്കാൾ, അള്ളാഹ് റസൂലിനേക്കാൾ, അള്ളാഹിന്റെ വഴിയിൽ പോരാടുന്നതിനേക്കാൾ, മത്സരിക്കുന്നതിനേക്കാൾ, പ്രവർത്തിക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് സ്നേഹം ഇവകളോടാണ് എങ്കിൽ എന്താണ് സംഭവിക്കുക? മരിച്ചു വരിക. എന്റെ അടുക്കൽ നിങ്ങൾ ഏതായാലും മരിക്കുമല്ലോ, മരിച്ചാൽ എന്റെ സദസ്സിലേക്ക് വരുമല്ലോ, അവിടുന്ന് കാണിച്ചു തരാം. എന്നെ ആരാധിക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ സൃഷ്ടിക്കുക, എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളെ ഞാൻ സൃഷ്ടിക്കുക. ഞാൻ പ്രത്യേക ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ബാധത്തിനുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷങ്ങൾ ഭൂമിയിലൂടെ, സൂര്യനിലൂടെ, ചന്ദ്രനിലൂടെ, വെള്ളത്തിലൂടെ, മഴയിലൂടെ എല്ലാ മാധ്യമങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കി തരുക. എന്നിട്ട് നിങ്ങൾ എന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് എന്റെ സ്നേഹത്തെ സ്ഥാപിക്കാൻ വേണ്ടി, ഞാൻ അയച്ചതായ ദൂതരുടെ സ്നേഹത്തെ സ്ഥാപിക്കാൻ വേണ്ടി, അതുപോലെ ഞാൻ കൽപ്പിച്ചതായ ആ പരിശ്രമമാകുന്ന ജിഹാദിനെ അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിലുള്ളതായ ആ പരിശ്രമവും ആ മത്സരവും ഇവിടെ നടക്കേണ്ടതുപോലെ നടത്താൻ വേണ്ടി, അതിനോടുള്ള മഹബത്തിന് വേണ്ടി നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചു. അതിന് വിപരീതം നിങ്ങൾ ജീവിച്ചു. എന്റെ ഭൂമിയിൽ എന്റെ വെള്ളം കുടിച്ച്, എന്റെ ഭക്ഷണം തിന്ന്, ഞാൻ തന്നതായ ആരോഗ്യത്തോടെ സുഖിച്ച് ആസ്വദിച്ച് എന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിച്ച ആ ജീവിതം നയിച്ച നീ എന്റെ അടുക്കൽ വാ, ആണാവട്ടെ പെണ്ണാവട്ടെ, ഞാൻ അവിടുന്ന് കാണിച്ചു തരാമെന്നാണ് അവിടെ വാണിംഗ് നൽകിയത്. അത് വളരെ ശ്രദ്ധേയമാണ് ആയത്ത്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അദീമിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞതായ, ആദ്യമായിട്ട് ലോകത്തോട് സംസാരിച്ചതായ യാ അയ്യുഹന്നാസ് എന്ന് പറഞ്ഞുകൊണ്ട്, മനുഷ്യന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വിളിച്ചതായ വിളിയിൽ അള്ളാഹു പറയുന്നതായ ആ കൽപ്പനയും കൂടി ഇന്ന് മദീന ഇമാമിന്റെ പ്രസംഗത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട്. നമ്മുടെ സമയം സമാപിച്ചിരിക്കുകയാണ്. ഞാൻ ഇനി ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അള്ളാഹുവിന്റെ കൂടെ ആരെയും പങ്കു ചേർക്കരുത്, അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത്, അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ ശിർക്ക് ചെയ്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യേണ്ടതായ ആ ആരാധനയിൽ വീഴ്ച വരുത്തരുത്. അതിൽ നിങ്ങൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾ അപകടത്തിൽപ്പെടും. പിന്നെ മദീന ഇമാം ഓതിയതായ ഫമിൻഹും ളാലിമുൻ ലിനഫ്സിഹി വമിൻഹും മുഖ്തസിദുൻ വമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ് എന്ന ആയത്തിലൂടെ സ്മരണീയമാണ്. അതും കഴിഞ്ഞ ഏതോ അടുത്ത തൊട്ട ക്ലാസ്സിൽ തന്നെ ഞാൻ വിശദീകരിച്ച ആയത്താണ്. മനുഷ്യന്മാർ ഇവിടെ പല ഘട്ടങ്ങളിലും പല ഇനങ്ങളിലും ജീവിക്കുന്നവരുണ്ട്. അക്കൂട്ടത്തിൽ ശരീരത്തെ ആക്രമിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടത്തിലുണ്ട്. അപ്രകാരം മധ്യനില അംഗീകരിക്കുന്ന ഇബാദത്തുകൾ, നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. അതേസമയത്ത് അതോടൊപ്പം അല്പ തെറ്റുകളൊക്കെ അതോടുകൂടി കലർത്തുന്നു. അതുപോലെ തന്നെ ഒമിൻഹും സാബിഖുൻ ബിൽ ഖൈറാത്ത്, മുൻപന്തിയിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് കുതിക്കുന്നവർ ഓരോ കൂട്ടത്തിലുണ്ട്. ഈ മൂന്ന് വിഭാഗത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അടിമകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്, നാം സെലക്ട് ചെയ്ത അടിമകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചത്. ആ രൂപത്തിൽ സംസാരിച്ചതായ ആയത്തും ഇവിടെ മദീന ഇമാം പറഞ്ഞതായ ആയത്തുകളുടെ കൂട്ടത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നു. അതിൽ ഒക്കെ നമുക്ക് പ്രതീക്ഷയുണ്ട്. എന്ത്?
അതുകൊണ്ട് നാം തെറ്റ് ചെയ്താലും നാം പാപം ചെയ്താലും അതിലിട്ട് മോചിക്കാനുള്ള മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങൾ മാധ്യമങ്ങൾ കണ്ടെത്തുക. മദീന ഇമാമും മക്ക ഇമാമും ഇന്ന് സംസാരിച്ചതായ സർവ്വ വിഷയങ്ങളെയും അത് വിശദമായിട്ട് ഞാൻ ഇന്ന് ഇവിടെ പറഞ്ഞിട്ടില്ലെങ്കിലും അതിന്റെ രക്തച്ചുരുക്കമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. അതെല്ലാം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരെ ദാസികളായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം അള്ളാഹു നമ്മയും സ്വർഗ്ഗത്തിൽ വെച്ചു കൂട്ടുമാറാകട്ടെ. നമ്മളിട്ട് രോഗമുള്ള രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. നമ്മൾക്ക് സന്താനമില്ലാത്തവർക്കും ഉള്ളവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. നമുക്ക് ഇണകളില്ലാത്തവർക്കും ഉള്ളവർക്കും നല്ല സാലിഹ്യങ്ങളായ ഇണകൾ അള്ളാഹു നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.